എനിക്ക് കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് വർക്ക് ചെയ്യാൻ പോവാ, ആ പരിപാടി എനിക്ക് പറ്റൂല. ഒരാളെ വെച്ച് എൻ്റെ കുട്ടി എൻ്റെ കൂടെ തന്നെ നിർത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വെൻ ഐ വർക്ക്. അപ്പം എന്റെ കൺവെട്ടത്ത് ഉണ്ടാവണം. അതെ അതെ, മാറ്റി നിർത്തി എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ പോലും എന്നോട് ഇന്റർവ്യൂ എടുക്കാൻ 10 മിനിറ്റ് പറഞ്ഞല്ലേ. അതെ ഇപ്പൊ പോലും ഞാൻ മറ്റൊരു കാര്യം ചോദിക്കും. ഇപ്പൊ പറഞ്ഞല്ലോ അമ്മ കുഞ്ഞ് അവരത് പറഞ്ഞു. ഇത് നിങ്ങളിപ്പം ഈ ഒരു ഗ്യാപ്പില് ഇപ്പൊ ഇത്രയും അഭിനയിക്കാതെ കുഞ്ഞ് വന്നതിന് ശേഷം ഒന്നും അഭിനയിക്കുന്നില്ല, നല്ല സിനിമ വന്നാൽ അഭിനയിക്കും എന്ന് പറയുന്നുണ്ട്. ഈ നല്ല സിനിമ അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് അഭിനയിക്കാനുള്ള സ്പേസ് ആണോ, അത് നമ്മുടെ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്ത് പോകുന്നതാണോ? ഇപ്പം ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അതിനകത്തെ മൂവിയിൽ രമണി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കഥാപാത്രമാണ്, പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത്രയുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പം നായിക ആയിട്ട് മറ്റേ എല്ലാ സെൻട്രൽ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് വേണം. വെറുതെ അതുവഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ അവരുടെ പുറകെ നടക്കാനോ ഇവരുടെ പുറകെ നടക്കാനോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല. അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാവണം ആ ക്യാരക്ടറിന്. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡേ നമ്മളെ കാണിച്ചില്ലെങ്കിലും അതെ, ഇപ്പോൾ ലളിതാമ്മയാണെന്നുണ്ടെങ്കിലും ഒക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ ഒരു സ്റ്റിൽ അവര് ഇത് മരിക്കുന്നിടം വരെ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓ, അത് നല്ല കാര്യമാണ്. നമുക്ക് ഇതൊരു നിങ്ങളുടെ പ്രൊഫഷനാണ് അല്ലെങ്കിൽ ഒരു പാഷനാണ്, അതിൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അല്ല, ബ്രേക്ക് മീൻസ് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാം. എന്നാലും ഇത് മാടി വിളിക്കും അല്ലേ? മാടി അല്ല, മൈൻഡ് കൊണ്ട് കൊള്ളായിരുന്നു. ഒരിക്കലും നമുക്ക് നമ്മുടെ പാഷനെ കില്ല് ചെയ്യാൻ പറ്റൂല. നമുക്ക് എത്രയൊക്കെ ഉള്ളിൽ നമ്മൾ ഒതുക്കി വെച്ചാലും അത് പുറത്തു വരും. അപ്പം നമുക്ക് വേണം, നമുക്ക് കരിയർ വേണം. കരിയർ ഇല്ലാതെ പറ്റൂല. കരിയർ വേണം, നമുക്കെല്ലാം വേണം. മനസ്സിലാവുന്നോ? അല്ല, ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എൻ്റെ കരിയറിന് വേണ്ടിയിട്ടാണ്. കരിയർ 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 എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ജീവിച്ചത്. അപ്പം ഇത്രയും ഇനിയും എനിക്ക് മുന്നോട്ട് അങ്ങനെ തന്നെ ജീവിക്കണം. എൻ്റെ ലൈഫും വേണം, കരിയറും രണ്ടും ബാലൻസ് ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകണം. ഇപ്പം ഇതിൽ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഉത്തരം പറയാതെ വിടാം, പറഞ്ഞും വിടാം, അത് അപ് ടു യു. ഇപ്പം ഈ പറഞ്ഞ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യം ഇൻക്ലൂഡഡ് സിനിമാ മേഖലയിലും അടുത്തിടെ ഞാൻ പറഞ്ഞിരുന്നു മുന്നേ ഒരു ഇഷ്യൂ സംഭവിച്ചപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിനെ തുടർന്നാണ് പിന്നീട് ഇങ്ങോട്ടെല്ലാ മൂവ്മെൻറ്റ്സും സിനിമകളിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഉണ്ടായ സമയത്ത് ഇപ്പോൾ വന്ന ഒരു കുറേ കാര്യങ്ങളും എങ്ങനെയാണ് മൈഥിലി ഇപ്പം സിനിമയ്ക്കകത്തുനിന്ന് വെളിയിൽ നിൽക്കുന്ന ആളാണ്. അതായത് സിനിമയിൽക്കകത്തുണ്ടായിരുന്നിട്ട് ഇപ്പോൾ പുറത്തു നിന്ന് സിനിമയുടെ കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ ആ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു യാത്രേനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിപ്പോൾ മലയാള സിനിമയിൽ മാത്രമുള്ള പ്രശ്നങ്ങളല്ല. ഇപ്പോൾ ഇന്ത്യൻ സിനിമ എടുത്തു കഴിഞ്ഞാലും തമിഴ് എടുത്തു കഴിഞ്ഞാലും തെലുങ്ക് എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഒരു തെലുങ്കിലൊരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടുഡേ ഇറ്റ് സെൽഫ് അപ്പോൾ 3 സബ്ജക്റ്റ് കേട്ടു. 3 സബ്ജക്റ്റും നല്ല സബ്ജക്റ്റൊക്കെ കേട്ട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടുഡേ ഇറ്റ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട്. ടുഡേ ഇറ്റ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട്, വാട്ട് ഇറ്റ് മീൻസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ടുഡേ ഇറ്റ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പിടിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കയ്യിലൊരു റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ആം ഓൾറെഡി കമ്മിറ്റഡ്. I want to be a part of Indian films. That's what I came here. I will give you house, gym trainer, everything, but you have to stay here. You cannot go back to Kerala. I said I'm not for sale. My art is for sale. ഒന്ന് മനസ്സിലാക്കണം. I want to be a part of Indian film industry and നമ്മൾ ആ ഒരു പാഷൻ്റെ പുറത്താണ് നമ്മൾ ഓരോരുത്തർ ചെല്ലുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. Then I came back. എനിക്ക് പറഞ്ഞു ഓക്കെ സമാധാനം. ഞാൻ വളരെ മര്യാദക്കാണ് പറഞ്ഞത്. എനിക്ക് സമാധാനമായി. ഞാനാരും ഉപദ്രവിക്കാൻ വരുന്നില്ല, നിങ്ങൾ തന്നെ ഉപദ്രവിക്കരുത്, ഞാൻ പൊക്കോളാം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ഇതെല്ലാം നമ്മൾ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മലയാളത്തിൽ മാത്രം. പിന്നെ സിനിമാ മേഖലയിൽ മാത്രമുള്ള പ്രശ്നങ്ങളല്ല, ഇത് എല്ലാ മേഖലയിലും ഉള്ള പ്രശ്നങ്ങളാണ്. എല്ലാ മേഖലയിലും ഉള്ളവർ തുറന്നു പറയണം. എത്രയോ ആത്മഹത്യകൾ നടക്കുന്നു, എത്രയോ ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം എല്ലാ മേഖലയിലുള്ളവരും അത് തുറന്നു പറയട്ടെ. സിനിമാ മേഖല എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കളർഫുള്ളാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഇതായതുകൊണ്ടാണ് എല്ലാവർക്കും അത് കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ എല്ലാവരും അതൊന്ന് പറഞ്ഞു നോക്ക്. രസം മാത്രമല്ല, അറിയാൻ കുറച്ചുകൂടെ വ്യഗ്രത. അതെ അതെ, സെലിബ്രിറ്റീസിന്റെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയാതായിരിക്കും. ഞാനിതിപ്പോൾ പറഞ്ഞത് തന്നെ ചോദിച്ചത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ മാണിക്യത്തിനായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ത്രീക്ക് സംഭവിക്കുന്നതിൻ്റെ ആദ്യമേ വന്ന് ഓൾറെഡി
റേപ്പ് അറ്റംപ്റ്റ് നടത്തി, ആ ക്യാരക്ടറിനെ ചെയ്തു, പാതി ജീവനുണ്ടെന്ന് ശ്വേതയുടെ ആ ഒരു ഡയലോഗ്, പിന്നീട് വരുന്ന ആള് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു, പിന്നീട് കൊണ്ടുപോകുന്ന സ്ഥലത്ത് വെച്ചിട്ട് വീണ്ടും ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, മൃതപ്രായ അത്രയും കഷ്ടമായിട്ട് നിൽക്കുന്ന ഒരാളെ വീണ്ടും ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ ഒരു സ്ത്രീ അനുഭവിക്കുമ്പോൾ ബ്രൂട്ടാലിറ്റി. യെസ്, അതും ഇപ്പം ഈ പറഞ്ഞതുമായിട്ട്, അതായത് പലർക്കും ഇപ്പം മൈഥിലിക്ക് അത് പ്രതികരിക്കാൻ പറ്റി അവിടെ ചെന്നിട്ട്, പലർക്കും ഇത് പ്രതികരിക്കാൻ പോലും പറ്റാറില്ല. നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്കൊരു ടിപ്പ് പോലെ, ടിപ്പല്ല അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്? തുറന്ന് പറയാന്നുള്ളതാണ്, മുഖത്തടിച്ച് പറയാന്നുള്ളതാണ് അപ്പം തന്നെ. അല്ലാണ്ട് പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക ഇതിനകത്ത്? അല്ലെ പുറത്ത് വന്ന് നിങ്ങൾ എന്താന്ന് ഉള്ളത് ചെയ്യുക, അതിന് ഇതായിട്ട് പിന്നെ പുറത്ത് പറയുക. അല്ലാണ്ട് ഇത് ഈ ഇപ്പം ഇന്ന് നടന്ന സംഭവം ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് പറയുക, അതിനേക്കാൾ കൂടുതൽ നല്ലതല്ലേ അപ്പം തന്നെ പറയുന്നത്. അത് നമുക്ക് രണ്ടുപേർക്കും കുറേ നേരം സംസാരിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. മൈഥിലിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടു. ഇതിപ്പോൾ സെലിബ്രിറ്റി ആയ മൈഥിലി സെലിബ്രിറ്റിയെ കുറിച്ച് പറയുന്നു, അതായത് എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്, അങ്ങനെയെങ്കിൽ സെലിബ്രിറ്റി ആയ മൈഥിലിയുടെ ഭർത്താവ് എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു? ഒരു സെലിബ്രിറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? അയ്യോ, ഞാൻ വീട്ടിൽ സെലിബ്രിറ്റി അല്ല, ഞങ്ങൾ സെലിബ്രേറ്റ് ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സെലിബ്രിറ്റി ആയ ഭാര്യ വീട്ടിലല്ല, വെളിയിൽ പോകുമ്പോൾ ഞാനാണ് കുറച്ചും കൂടെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ കുറച്ചൊന്ന് പാനിക്കാവുന്നത്. പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പുള്ളി എന്നെ കാണുന്നതും ഒരു സെലിബ്രിറ്റീനെ പോലെ അല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് ഞങ്ങൾ ഔട്ടിങ്ങിന് പോകുന്നത് അങ്ങനെയുള്ളൂ. അപ്പോൾ ഒരിടത്ത് എൻ്റെ അടുത്ത് പുള്ളി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ മൈഥിലി പോകുന്നു, മൈഥിലി ഹസ്ബൻഡ് പോകുന്നു, അങ്ങനെ പുള്ളി അത് ഭയങ്കര കൂളായിട്ടാ എടുക്കുന്നു. എന്നെക്കാൾ കൂളാ. നമുക്ക് ഒരു പാട്ടൂടെ പാടിയിട്ട് ചെമ്പാവ് പുന്നിൽ ചോറ് നല്ല മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ മുല്ലപ്പൂച്ചിരിയോ, ചെമ്പാവ് പുന്നിൽ ചോറ് നല്ല മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, തനിന്ന താരാ തിന്ന താരാ തിന്ന തിന്നിന്നോ തരതിന്ന താരാ തിന്ന താരാ തിന്ന തിന്നിന്നോ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നിർത്തിയേക്കാം. ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ 15 വർഷങ്ങൾക്ക് ഇപ്പുറം ഇറങ്ങിയ പടം വീണ്ടും തിയേറ്ററിൽ കണ്ട് വീണ്ടും അഭിനയത്തോട് എനിക്ക് ഇനിയും വരണം എന്നൊരു തോട്ട് മനസ്സിലുണ്ടായി. വരണം എന്നുള്ളത് അതെന്റെ ബ്ലഡിലുള്ളതാണ്. അതെ, എനിക്ക് വരാനുണ്ടെങ്കിൽ എന്തായാലും വന്നിരിക്കും. അപ്പൊ ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് അതിലും കൂടുതൽ പ്രതീക്ഷയുണ്ട്. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇനി നല്ല ക്യാരക്ടേഴ്സും കൂടെ വന്നാൽ മതി. അല്ല, ഒന്നുകൂടെയൊക്കെ കാണാൻ എല്ലാവരും പോയി ചെന്ന്, അതായത് ഞാൻ വീണ്ടും എൻ്റെ ഒരു ഇത് തിരിച്ചു പിടിച്ചിരിക്കുന്നു, കംബാക്ക് ചെയ്തിരിക്കുന്നു. അത് കുഴപ്പമില്ല. അത് ലൈക്ക് 15 years അപ്പം അതൊരു പ്രശ്നമല്ല. അപ്പോൾ പുതിയ സിനിമകളുമായി മുന്നോട്ട് വരട്ടെ. അത് തന്നെ, അത് മോൻ്റെ പറഞ്ഞ പോലെ കുഞ്ഞിനെ അരിക്കൊമ്പനെ അവന്റെ ഡാഡി അവനെ കളിയാക്കി വിളിക്കാൻ തുടങ്ങിയതാ അരിക്കൊമ്പൻ. അരിക്കൊമ്പന് എന്താ പറയാ, സ്വസ്ഥമായിട്ട് അവനെ കണ്ടോണ്ട് പുതിയ പടത്തില് നിങ്ങൾ രണ്ടുപേരും അത് അമ്മയും മകനുമായിട്ടുള്ള ഒരു വേഷത്തിൽ തന്നെ, അതായത് കുഞ്ഞിനെ എടുത്തോണ്ട് തന്നെയാണെങ്കിൽ അതിലും ഹാപ്പി ആയിരിക്കൂല്ലേ. ഒരു പടം വരട്ടെ. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശകലം സമയം മാറ്റി വെച്ചത് ഭയങ്കര സന്തോഷം. താങ്ക് യു.